ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഈ കഷായമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അയാൾ പിന്നെ ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം പിന്നെ ഈ ഗ്രീഷ്മ പറഞ്ഞ ശരീരവേദനയ്ക്ക് ഉപയോഗിക്കുന്ന കഷായങ്ങൾ ഏതാണ്, അത് പിന്നെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അന്വേഷണ സംഘത്തിന് കൈമാറി. കൂടാതെ ഗ്രീഷ്മയോട് നേരിട്ട് പലതവണ ചോദിക്കുന്നുണ്ട്, ഇത് ഏത് കഷായമാണ് നിങ്ങൾ കൊടുത്തത്, നീ ഏത് കഷായമാണ്, ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇത് ഏത് കഷായമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടർമാർ തന്നെ ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ഷാരോൺ രാജ് ചോദിക്കുന്നത്. ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഇതിൽ വല്ല മറ്റ് അറിയാതെ ഏതെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടോ കഷായത്തിൽ, അപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ അതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഈ കഷായത്തിൻ്റെ പേരുകൾ തന്നെ മാറ്റി മാറ്റി പറയുകയും ഇട്ടുകൊടുത്ത ബോട്ടിൽ മാറ്റി ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുകയും കാലി ബോട്ടിലിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുകയും അതിൻ്റെ ലേബൽ കാണിക്കും. അത് ലേബൽ കണ്ടാൽ കൃത്യമായിട്ട് ഏത് കഷായമാണെന്ന് എനിക്കറിയാം എന്ന് ആയുർവേദ ഡോക്ടറായ സഹോദരൻ പറയുമ്പം അത് ലേബൽ ഇളകിപ്പോയി, അത് ലേബൽ കാണുന്നില്ല എന്ന് കള്ളം പറയുകയും ചെയ്തു. അന്വേഷണത്തിന് നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഈ പിന്നെ ഷാരോൺ രാജ് മരിക്കണം ചികിത്സ കിട്ടാതെ എന്നുള്ള കടുത്ത തീരുമാനത്തിൽ ഉറച്ച് നിന്നിരുന്ന പ്രതി ഇതൊന്നും തന്നെ പിന്നെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല ആ സമയത്ത്. ഇങ്ങനെ ഒരു കേസ് സമീപകാലത്ത് എപ്പോഴെങ്കിലും ഉള്ളതായിട്ട് അറിയാമായിരുന്നു ഈ അന്വേഷണ ഘട്ടത്തിൽ? അറിയില്ല.